അങ്ങനെ യഷിൻ്റെ ടോക്സിക് കണ്ട് ഒന്നും പറയാനില്ല. കിഡിലെ ഒരു വെടിപ്പടം, പേപ്പടം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഇത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ സിനിമ കാണാൻ പറ്റുള്ളൂ. സംഗതി എന്താ പറഞ്ഞാൽ പടം പോരാ. പടം വേറെയുള്ള സീനൊക്കെ നമുക്ക് രോമാഞ്ചം കയറും കേട്ടോ. വേറെയുള്ള സീനൊക്കെ നമുക്ക് രോമാഞ്ചം കയറും. പിന്നെന്താ പറഞ്ഞാൽ ഗീത ചേച്ചിക്ക് ഒട്ടും ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒന്നും അറിയില്ല. എന്തിനോ വേണ്ടി പൈസ ചിലവാക്കുന്ന യഷിനെയൊക്കെ കൂടി പോക്കി യശാക്കി. അച്ഛനും മകൻ്റെയും കഥ, അത് വൈരാഗ്യം, നയൻതാര പെങ്ങളാണ്. പിന്നെ ഇതിങ്ങനെ വെടിപ്പടം, പ്ലക്കണ്, വെടി വെക്കുന്ന, അടിക്കുന്ന. യഷിന് ഒരു വെടിയുണ്ട പോലും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ വില്ലന്മാരെ വെട്ടി അതൊക്കെ ഒരു എന്തായാലും ഒരു മലങ്കള്ളിലെ സിനിമ. എന്നാലും വേറെന്ത് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ KGF ഒന്നും പ്രതീക്ഷിച്ച് പോകണ്ട. അവളുടെ രാവുകളൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണമെങ്കിൽ പോവാം. അതൊക്കെ ഉണ്ട്. കുറേ അഡൾട്ട് സീന്, ഇങ്ങനത്തെ ബൾഗറായിട്ടുള്ള സീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മലയാള ഡയലോഗൊക്കെ ഇതിലും ബെറ്റർ AJB പറയും. യശൊക്കെ എന്തൊക്കെ ഒരു ഡയലോഗ് പോലും പറയാൻ ഇയാൾക്ക് പറ്റുന്നില്ല. വെറും ഇടി വയലൻസ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ ചില നരമ്പന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എൻജോയ്മെൻ്റ് ചെയ്യുക. വെടിവെപ്പ്, ഇതിൽ മെയിനായിട്ട് വെടിവെപ്പ് തന്നെ. വെടിവെപ്പ്, പ്ലക്കൽ, അങ്ങനത്തെ ഒരു സീന്, വൈരാഗ്യം, കുറേ പക, പിന്നെ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ക്ലാഷ്, ഫൈറ്റ്, കുറേ അങ്ങനത്തെ കുറേ ഇത്. വേറൊന്നും പറയാം. എന്തായാലും എനിക്കൊന്ന് പറയാനുള്ള, ഈ സമയത്തൊക്കെ കസബയൊക്കെ ഒന്ന് 4K ഇറക്കിയിരുന്നെങ്കിൽ ഗീത ചേച്ചിക്ക് നല്ലൊരു മറുപടി ആയിരിക്കും. ഇനി മമ്മൂക്കേൻ്റെ കസബയ്ക്ക് ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ വേറൊന്നും പറയാനില്ല. എന്തായാലും ഈ പടം ഈ പടം 2 ദിവസം കൂടി ഓടും. അതിനപ്പുറത്തേക്ക് ഓടുന്നെങ്കിൽ തോന്നില്ല. അമ്മാതിരി ഓണത്തിന് നമ്മൾ സാധാരണ വിഷുവിനെ വെടിവെപ്പ്, ഇതിപ്പം ഓണത്തിനും വെടിവെപ്പായി. യാഷിൻ്റെ വെടിവെപ്പ് ഈരം യാഷൻ എന്നുള്ള പേരും കൂടി കിട്ടി. ഗീത ചേച്ചി കൊടുത്ത് നിവിൻ പോളീനെ ഫീൽഡ് ഔട്ടാക്കി, ഇപ്പം യഷിനെയും ഫീൽഡ് ഔട്ടാക്കി. ഇങ്ങനെ വെടിവെപ്പ് സിനിമയായിട്ട് ചേച്ചി ഇറങ്ങിക്കോളൂ. ഇനിയിപ്പോൾ അടുത്ത പ്രവാസിനെയാണോ? എന്തായാലും ഇതിലും വേറെ രാജുവേട്ടൻ്റെ മറ്റേ മലങ്കൾട്ട് സിനിമ തന്നെയാണ് ഖലീഫ. അത് വീണ്ടും കണ്ടിരിക്കുക. വേറെ ഒന്നും പറയാനില്ല. പിള്ളേരായിട്ടൊന്നും തിയേറ്ററിലേ പോകണ്ട. അത്രയും വൃത്തികെട്ട രീതിയിലുള്ളതൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് ഒന്നും കൂടി ഒന്ന് പോയി കാണുന്നുണ്ട്. കുഴപ്പമില്ല, പൈസ പോയാലും ചില രംഗങ്ങളൊക്കെ കണ്ടിരിക്കാമല്ലോ. വേറൊന്നും പറയാനില്ല. എന്തായാലും ഒരു മലങ്കൾട്ട് സിനിമ ഓണായിട്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, മമ്മൂക്കേൻ്റെ കസബ ഇപ്പോൾ 4K ഇറക്കിയിരുന്നെങ്കിൽ ഗീതു മോഹൻദാസിന് ഒരു മറുപടി ആയനെ. അങ്ങനെ നിവിൻ പോളീനെ ഫീൽഡ് ഔട്ടാക്കി, യഷിനെയും ഫീൽഡ് ഔട്ടാക്കി. വേറൊന്നും പറയില്ല. എന്തായാലും കണ്ടിരിക്കുക. വേറൊന്നും പറയാനില്ല. ഒരു അസൈന്യത പടം.